prettier than King's palace. Shh. Don't tell the king I said that. Finally, peace. No guards, no noise. Just me and nature. Even a thief needs a holiday sometimes. Huh? Who? Who is that? Is that a royal horse? Or the king himself on a horse? No. Please, not again. I just relaxed for 30 seconds. Oh no, this sounds like bandits. Bandits don't dance, they attack. Rapunzel, where are you? Let me in, please. I need to hide immediately. I'm a thief, but I am scared of bigger thieves. ومال حبيبي مالو قولوا لي واش جرالو البارح كان يبغيني واليوم تغير حالو كان ديما فيا يسول وغيابه عليا طول لازم شي حد في بالو والله حالي بنعاول ومال حبيبي مالو قولوا لي واش جرالو البارح كان يبغيني واليوم تغير حالو كان ديما فيا يسول وغيابه عليا طول لازم شي حد في بالو والله حالي بنعاول يا ولفي حرام عليك هجرتيني بلا سبة والعشرة هنت عليك وجرحتي المحبة والله حرام عليك ضيعت معك زماني هجرت اللي كان يبغيك وجريتي للبراني ماشي نادم حيت بيدي ربي عالم باللي بيا قادر يسيني ويكفي نار الكيا ومال حبيبي مالو قولوا لي واش جرالو البارح كان يبغيني واليوم تغير حالو كان ديما فيا يسول وغيابه عليا طول لازم شي حد في بالو والله حالي تا که نگفتمت بس مستش کن مست سر کسی خبر نیستم غرق معیشت هستم با خبر دیوانه شار آمد خوب نشستم مستی میکنم دیوانگی میکنم غرق معیشت هستم نشستم دیوانه شار هستم خوب نشستم دیوانگی دل میخواهد دلی گرده میخواهد غرق معیشت هستم به دلی خود هستم بوتل خط میزنم
نشسته مستش کو مستش کو مستش کو مست تا که نگفتمت بس مستش کو مست تا که دلیما نشه یخ مستش کو مست تا که نشه ما نپره مستش کو مست مستش کو مستش کو مستش کو مست ഖദീജ ഖദീജ ഓളിത് എവിടെ പോയി കിടക്ക ഇല്ലാത്ത ക്ഷീണം നീ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ ദാ ഇപ്പൊ കൊണ്ടുവരാം. ഖദീജ നമ്മള് വിചാരിച്ച പോലെ കച്ചവടം ഒന്നും നടന്നില്ല. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലേ? നീ ഒന്ന് സബൂർ ചെയ് ഖദീജ. നമ്മുടെ ബുദ്ധിമുട്ട് കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പില്ലേ, അവനൊരു വഴി കാണിച്ചു തരും. ആഹാ, എന്തു പറ്റി? രണ്ടാളും കൂടി ഒരു സംസാരം? ഓ, ഒന്നുമില്ല ജ്യേഷ്ഠത്തി, ഞങ്ങള് വെറുതെ. നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടാ? പട്ടണത്തിലേക്കാ. പട്ടണത്തിൽ പുതിയൊരു കട തുടങ്ങി. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. കുപ്പായം, ചെരുപ്പ്, പിന്നെ സ്വർണ്ണാഭരണങ്ങൾ വരെ കിട്ടും. നീ ഇതൊന്നും അറിഞ്ഞില്ലേ ഖദീജ? ഇന്നു പോയി കുറച്ച് പൊന്നെടുക്കാം, ബാക്കി അടുത്ത ദിവസം എടുക്കാം, അല്ലേക്കാ? അതെ അതെ, നീ വേഗം വാ, നേരെ ഇരുട്ടി തുടങ്ങി. മനുഷ്യ, നിങ്ങൾ കേട്ടോ ആ ജ്യേഷ്ഠത്തി പറഞ്ഞത്? ആ ജ്യേഷ്ഠനെ കണ്ടു പഠിക്ക്. കുറച്ച് കള്ളത്തരങ്ങൾ കാണിച്ചാൽ എന്താ? അവര് സമ്പാദിക്കുന്നില്ലേ? നിങ്ങള് വലിയ സത്യസന്ധൻ. ഇങ്ങനെ മരം വെട്ടി നടന്നോ? ഹ, നീ ഒന്ന് അടങ്ങ് ഖദീജ. എന്റെ പടച്ചോനെ, നീ ഇതൊക്കെ കാണുന്നില്ലേ? ഈ കഷ്ടപ്പാടുകളൊക്കെ എത്രയും പെട്ടെന്നൊന്ന് മാറ്റിത്തരണേ അല്ലാ. എന്താ അത്? എന്താ ഒരു ശബ്ദം? അവര് വീണ്ടും വരുന്നെന്ന് തോന്നുന്നു. എല്ലാവരും മാറിക്കോ, കൊള്ളക്കാർ വരുന്നുണ്ട്. കൊള്ളക്കാരോ? തുറക്കൂ സീസേ. വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇത്. നമുക്ക് ആഘോഷിക്കണ്ടേ? തീർച്ചയായും തീർച്ചയായും.
യാ അല്ലാ, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരെന്തായിരിക്കും ആ ചാക്കിനുള്ളിലേക്ക് കൊണ്ടുപോയത്? ഈ കവാടം തുറക്കാൻ എന്തായിരുന്നു അവർ പറഞ്ഞത്? തുറക്കൂ സീസ എന്നല്ലേ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കളയാം. തുറക്കൂ സീസേ. ആ അല്ല, അപ്പൊ ആ വന്നവർ കൊള്ളക്കാർ തന്നെ. വേഗം ഇതെല്ലാം എടുത്ത് വീട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ വേണ്ട, എനിക്കെന്തിനാ ഇത് മുഴുവൻ? കുറച്ചെടുത്തേക്കാം. ഖദീജ, ഖദീജ, എന്താ? നീ ഒന്നിങ്ങി വന്നേ. ആഹാ, ഇന്ന് ചാക്ക് നിറയെ സാധനങ്ങളുണ്ടല്ലോ. വളരെ നല്ലത്. നമുക്കിനി എത്ര വേണേലും സാധനങ്ങൾ വാങ്ങാം. നീ ഇങ്ങോട്ട് നോക്കിയേ. എനിക്കിന്നൊരു നിധി കിട്ടി. പടച്ചോ നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഇനി നമുക്ക് നല്ല കാലമാ. മഴത്തുമ്പി പാടുന്നു, മയിൽ പേടയാടുന്നു, മടിച്ചില്ല പോക്കുന്നു, മതിക്കുന്നു വർണ്ണങ്ങൾ, മനസ്സാകെ ഉന്മാദം. മനസ്സാകെ ഉന്മാദം. മഴത്തുമ്പി പാടുന്നു, മയിൽ പേടയാടുന്നു, മണിച്ചില്ല പൂക്കുന്നു, മതിക്കുന്നു വർണ്ണങ്ങൾ, മനസ്സാകെ ഉന്മാദം. മനസ്സാകെ ഉന്മാദം. ചിരകാല മോഹങ്ങൾ അനുരാഗ സന്ദേശമെഴുതുന്ന രാഗങ്ങളായി, ആശാവസന്തങ്ങൾ പൊന്നോട് പൊന്നിൽ കുളിക്കുന്ന യാമങ്ങളായി, പനിമഴയുടെ കവിതയിൽ അതിനനുപമലഹരി, തുടിയിലകിയ കുളിരരുവികളരുളിയതാ. പൂവിനുല്ലാസം, പൂവിനുല്ലാസം. മഴത്തുമ്പി പാടുന്നു, മയിൽ പേടയാടുന്നു, മണിച്ചില്ല പൂക്കുന്നു, മതിക്കുന്നു വർണ്ണങ്ങൾ. ഖദീജ, നീ വേഗം ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ആ ത്രാസ് ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നേ. ഇപ്പൊ തന്നെ വാങ്ങി വരാം. ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി. അല്ല, ഇതാര്? ഖദീജയോ? എന്താ എന്ത് വേണം? ആ ത്രാസ് ഒന്ന് തരുവോ? ത്രാസോ? അതെന്തിനാ നിനക്കിപ്പോ? അത് പിന്നെ ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ തിരികെ തരാം. കുറച്ച് മെഴുകുരുക്കി ഒഴിക്കാം. എന്തളക്കാനാണെന്ന് അറിയണമല്ലോ. ഖദീജ, നീ ഇത് വേറെ ആരോടും പറയല്ലേ. ചിലപ്പോ വലിയ കുഴപ്പങ്ങളുണ്ടാകും. ഇത് എല്ലാരോടും പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പറയില്ല. അതെ,
നീ ഈ ത്രാസ് കൊണ്ട് കൊടുത്തിട്ട് വാ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എവിടുന്നായിരിക്കും അവർക്ക് ഇത്രയധികം സ്വർണങ്ങൾ? അതെ, നിങ്ങൾ അറിഞ്ഞോ, ആലിബാബയ്ക്ക് എവിടുന്നോ കുറച്ചധികം സ്വർണങ്ങൾ കിട്ടിയിരിക്കുന്നു. സ്വർണമോ? ഏയ്, ദേ, നിങ്ങളിത് നോക്കിക്കേ. ത്രാസ് തിരികെ തന്നപ്പോ അതിലിരുന്നതാ. ആഹാ, ഇതെങ്ങനെ? എന്തായാലും നിങ്ങൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. അലിബാബ, അലിബാബ. അല്ല, ഇതാര് ജ്യേഷ്ഠനോ? എന്തായി വഴിക്കൊക്കെ? ഞാൻ വെറുതെ നിന്റെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് കരുതി. അതെയോ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, ധൈര്യമായി എന്നോട് പറയാം. പടച്ചോന്റെ കാരണത്താൽ ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ചേട്ടാ. അതെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കൊരു നിധി കിട്ടി. ആഹാ, ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ അലിബാബ? തീർച്ചയായും. എങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അലിബാബ, നീ എന്റെ കൂടെ വരുന്നോ? ഞാനില്ല, ചേട്ടൻ പോയാ മതി. പക്ഷെ മന്ത്രം മറക്കരുത്. തുറക്കൂ സീസേ. ശരി അലിബാബ. ഇതായിരിക്കും ആലിബാബ പറഞ്ഞ ഗുഹ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. തുറക്കൂ സീസേ. ആഹാ, എന്തായിരുന്നു ആ മന്ത്രം? മറന്നല്ലോ. തുറക്കൂ ബാർലി, തുറക്കൂ ഗോതമ്പേ, തുറക്കൂ, തുറക്കങ്ങോട്ട്. ഇനി ഞാൻ എന്തു ചെയ്യും? ഇപ്പൊ അവരെത്തുമായിരിക്കും. അലിബാബ, നേരെ ഇത്രയായിട്ടും ജ്യേഷ്ഠൻ ഇതുവരെ എത്തിയിട്ടില്ല. ഒന്ന് അന്വേഷിക്കാമോ അലിബാബ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. തുറക്കൂ സീസേ. ചേട്ടാ, തുറക്കൂ സീസേ. ഇവിടെ ബന്ദിയാക്കിയ ആളെവിടെ? അപ്പോൾ നമ്മുടെ ഈ താവളം അറിയാവുന്ന ആരൊക്കെയോ ഉണ്ട്. ഉടനെ നമുക്ക് അവരെ കണ്ടെത്തണം. അലിബാബ, നീ വളരെ നല്ലവനാണ്. നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണേ. അലിബാബയ്ക്ക് എവിടുന്നോ നിധി കിട്ടിയെന്നൊരു കേൾവിയുണ്ട്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ആലിബാബയാണ് നമ്മുടെ താവളം കണ്ടുപിടിച്ചത്. ആലിബാബയും കാസിമിനെയും നമുക്ക് ഇന്ന് തന്നെ വകവരുത്തണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരാണ്? ഞങ്ങൾ കച്ചവടക്കാരാണ്. നേരം വൈകി, ഇനി യാത്ര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ തങ്ങിക്കോട്ടെ. തീർച്ചയായും, കയറി വരൂ. ഇത് കുടിക്കുന്നതോടുകൂടി എല്ലാവരും മയങ്ങും. ഇന്ന് നമുക്ക് അതിഥികളുണ്ട്. പക്ഷേ അവര് നിങ്ങളെയും ജ്യേഷ്ഠനെയും കൊല്ലാൻ വന്നവരാണ്. ഞാൻ അവര് പറയുന്നത് കേട്ടതാ. സത്യാണോ നീ പറയുന്നേ? അതെ, സത്യമായിട്ടും. പക്ഷെ താങ്കൾ വിഷമിക്കണ്ട, ഉടനെ തന്നെ അവരെല്ലാവരും മയങ്ങും, തീർച്ച. വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്. ഞാൻ വേഗം പോയി രാജകൊട്ടാരത്തിൽ അറിയിച്ചു വരാം. ഇവരാണ് നമ്മളുടെ ഈ നാടിനെയും നാട്ടുകാരെയും കൊള്ളയടിച്ചു കൊണ്ടിരുന്ന കൊള്ളക്കാർ. ഇനി നമുക്കിവരെ ഭയക്കണ്ട. ഇനി നമുക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളാണ്.